അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ യൂട്യൂബോ അല്ലെങ്കിൽ നമ്മളടുത്തുള്ള അദ്കാറുകളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യൂലേ. അതങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കും. എനിക്ക് എൻ്റെ ഈ ആഗ്രഹം നിറവേറാനാണ്, അല്ലെങ്കിൽ എൻ്റെ ഈ കാര്യം ശരിയാവാനുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആഗ്രഹം നിറവേറാൻ, അതേപോലെ ഉദ്ദേശം പൂവണിയാൻ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടുള്ളതൊക്കെ നമ്മൾ എല്ലാ കാര്യത്തിനും മതി എന്നുള്ളതൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ നോക്കി വെക്കൂലേ. എന്നിട്ട് നമ്മളെന്താ ചെയ്യുക, ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യും, പിന്നെ നമ്മൾ ചെയ്യൂല. അങ്ങനല്ലേ? ഞാനും നിങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്ന ആൾക്കാരല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനുണ്ടോ? ഞാൻ അങ്ങനെയാണ്, ചില കാര്യത്തിലൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഒക്കെ ചെയ്യണം ഒക്കെ വിചാരിച്ചു, പക്ഷേ ചിലപ്പോൾ ഒക്കെ അങ്ങനെ മറന്നു പോകും കേട്ടോ. എന്താ ചില ദിവസങ്ങളിൽ, കാരണം ചില ദിവസങ്ങളിൽ മറന്നു പോകും, അല്ലെങ്കിൽ പിന്നെ അത് വേണോ ചെയ്തിട്ട് കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ പല നെഗറ്റീവ് ചിന്തകൾ നമ്മളെ തേടിയെത്തും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ ലൈഫിൽ ഉണ്ടാകണതല്ലേ. അങ്ങനെ വ്യത്യസ്ത രീതിയിലായിരിക്കില്ലേ ഓരോരുത്തരുടേതും. നിങ്ങളത് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ ലൈഫ് സെറ്റാവാൻ, ഉഷാറാവാൻ, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതെങ്ങനെയാണ്, നമുക്ക് എങ്ങനെ സാധിപ്പിക്കാം, നമ്മളെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ജീവിതത്തിലൊന്നും നിലനിർത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കട്ടോ. അപ്പോൾ ദിവസവും നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്. രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആരോഗ്യത്തിനും ഒക്കെ നല്ല ഒരു ഉന്മേഷം നമുക്ക് കിട്ടും. നമ്മളെല്ലാ കാര്യത്തിലും ഒരു എന്താ പറയുക, ഒരു ഉണർവ് നമുക്കുണ്ടാവും. പിന്നെ നമ്മൾ വ്യായാമം ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫോണ് ഉപയോഗത്തിനൊരു പരിധി വെക്കുക. അത് നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ നമ്മൾ കരുതണം, എന്താ ഞാനിന്ന് ഇത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്കറിയില്ലേ എപ്പോൾ ഉപയോഗിക്കാൻ പറ്റും, എപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ചില സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും ഫോണില്ലെങ്കിൽ നമുക്ക് നടക്കില്ല. അപ്പോൾ ആ സമയത്തൊക്കെ വേണമായിരുന്നു. അല്ലാതെ നമ്മൾ വെറുതെ ഷോർട്ട് സ്ക്രോൾ ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തോ പറയണത്. അപ്പോൾ ആ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഫോണിനൊരു കൺട്രോൾ വേണം നമ്മളെ ലൈഫിൽ. പിന്നെ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും പഠനത്തിനോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവിനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം. ചില വീട്ടമ്മമാരുണ്ട്, ഒരുപാട് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കഴിവൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊന്നും പുറത്തേക്ക് എടുക്കാൻ കഴിയാതെ അങ്ങനെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു കഴിവിനെ നമ്മളായിട്ട് മരവിപ്പിക്കാതെ അതിനെങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും, എങ്ങനെ അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയും, അങ്ങനെ ആ ഒരു ലെവലിൽ നമ്മൾ കൊണ്ട് നടക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മൾ ബുക്കും ഈ മാസികകൾ, പത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ ഓലെ എന്താ പഠനത്തിലൊക്കെ മികവ് പുലർത്താനൊക്കെ സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. ഒരു ദിവസം ചുരുങ്ങിയതാണ് കേട്ടോ പറഞ്ഞത് 1 മണിക്കൂർ. കാരണം 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ നമുക്ക് കഴിയണം. പിന്നെ പറയാനുള്ളത്, ദിവസവും ചെറിയൊരു തുക പോലും മാറ്റി വെക്കാൻ ശ്രമിക്കുക. അതായത് 1 രൂപയാണ് നമുക്ക് അന്ന് ബാലൻസ് ഉള്ളത്, ആ 1 രൂപ നമ്മളന്ന് മാറ്റി വെക്കുക. ഒരു തുള്ളി പെരുവെള്ളം വരണ പോലെ നമ്മുടെ കയ്യിൽ ഇനി 10 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 10 രൂപ നമ്മൾ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. അനാവശ്യ ചിലവ് കുറക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മൾ അതും ഇതൊക്കെ വാങ്ങി കൂട്ടണതിന് അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങുക. പിന്നെ ഇപ്പോഴത്തെ ഞാനൊരു വീഡിയോയിൽ കണ്ടു, ഒരു സ്ത്രീ
ഇപ്പോൾ ഈ പ്രിയദർശിനി ബസ്സിന് പൈസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ആ സ്ത്രീ എന്താട്ടി അന്നാന്ന് പോകണ പൈസയൊക്കെ, കാരണം നമുക്ക് നമ്മളെ സർക്കാർ നമുക്കത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബസ്സിന് നമ്മൾ പൈസ കൊടുത്ത് പോകണ്ടേ. അപ്പോൾ അങ്ങനെ ആ പൈസ കൊടുത്ത് പോകണതൊക്കെ അതിന് മുമ്പൊക്കെ എന്നും പൈസ കൊടുത്താണല്ലോ പോണത്. അപ്പോൾ ഈ അടുത്തല്ലേ പൈസ കൊടുക്കാതെ സൗജന്യമായിട്ടുള്ള യാത്ര നമുക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ നമ്മൾ ആ പോണ സമയത്തുള്ള ഈ പ്രിയദർശിനിക്ക് പോണ ആ ഒരു ഫണ്ട്, ആ ഒരു പണം നമ്മൾ സ്വരൂപിച്ചൊരു മാസം എടുത്ത് നോക്കിയപ്പോൾ തന്നെ നല്ലൊരു സംഖ്യ ഉണ്ടായിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മളൊരു സർക്കാർ തന്നില്ലായിരുന്നെങ്കിൽ നമ്മളെന്തായാലും കൊടുക്കണം. പക്ഷെ ഇപ്പോൾ സർക്കാർ തന്നതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് പോകുന്നത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു സ്വരൂപം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ വേറെയും കുറേ സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, വീട്ടിലെ ജോലികൾക്കിടയിലും സ്വന്തം ഇഷ്ടത്തിനായി കുറച്ച് സമയം മാറ്റി വെക്കുക. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാവും അല്ലേ. ഇഷ്ടവും ഉണ്ടാവും, അതുപോലെ തന്നെ അനിഷ്ടവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ മക്കൾക്ക്, ഭർത്താവിന്, വീട്ടിൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനൊരു അർത്ഥമല്ല. നമുക്കെന്തെങ്കിലും നമുക്കായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഞാനിതിലൊരു എൻജോയ്മെൻറ്റ് ചെയ്ത് കണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ എത്തിക്കണത് കേട്ടോ. അതിൽ ഞാനൊരു ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. കാരണം ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം ആദ്യം. പിന്നെ നമുക്ക് പറയാനുള്ളത്, കുടുംബത്തോടൊപ്പം ക്വാളിറ്റി ടൈം ചിലവഴിക്കുക എന്ന് വെച്ചാൽ കുടുംബത്തോടൊപ്പം കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കുക. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒന്ന് വർത്തമാനം പറയുക. കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അവിടെയും ഇവിടെയും ഫോണുമ്മ തോണ്ടിയിരിക്കണ പോലാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും വിളിച്ച് വെച്ചിട്ട് ഒന്ന് പരസ്പരം സൗഹൃദത്തിൽ വർത്തമാനം പറയാം. ഇനി അതിനൊന്നും കഴിയാത്തൊരു ഡിന്നറൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത് നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടും. പിന്നെ പറയാനുള്ളത്, നിസ്കാരം, ദുആ, ഖുർആൻ, ദിക്ർ എന്നിവയ്ക്ക് സ്ഥിരമായ സമയം വെക്കുക. അപ്പോൾ നമ്മൾ ഏത് മതസ്ഥരാണോ അപ്പോൾ നമുക്കൊരു ആരാധനകൾ ഉണ്ടാവില്ലേ, നിസ്കാരം. അപ്പോൾ നമ്മൾ മുസ്ലിംസ് ആയതുകൊണ്ട് നമുക്ക് നിസ്കാരം, ദുആ, ദിക്ർ, ഖുർആൻ പാരായണം, സ്വലാത്ത്, അങ്ങനെ ഒരുപാട് സമയമുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ 5 വക്ത് നിസ്കാരം കറക്റ്റായിട്ട് നിസ്കരിക്കുക. അതിന് ശേഷം ദുആ ചെയ്യുക. ഇനി പറ്റുകയാണെന്നുണ്ടെങ്കിൽ 5 നിസ്കാരത്തിന് ശേഷം 5 വക്ത് നിസ്കാരത്തിന് ശേഷമൊക്കെ ഒരു സ്വല്പമെങ്കിലും ഖുർആൻ ഓതുക. അങ്ങനെയൊക്കെ സമയം കണ്ടെത്തുക. ദിക്റും ആ സമയത്ത് തന്നെ. അങ്ങനെ രാവിലെയും വൈകുന്നേരമൊക്കെ പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തുക. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്ഥിരമായ സമയമോ അല്ലെങ്കിൽ ഇന്ന ദിവസം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും എന്നുള്ള ഉറച്ച വിശ്വാസം വെക്കുക. ഇപ്പം ഞാനൊരു ജ്യൂസ് ഒരു ദിവസത്തിൽ ഓതുന്നുള്ളതിന് നമ്മൾ വെക്കുക. അപ്പോൾ കിടക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ചെയ്തുക്കണം. ഇപ്പോൾ ഒരു സ്വലാത്താണെങ്കിൽ 1000 സ്വലാത്ത് ചൊല്ലും. അത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചെയ്തുക്കണം. ദിക്റാണെങ്കിലും നമ്മൾ 5 വക്ത് നിസ്കാര ശേഷം നമ്മൾ കുറച്ച് ദിക്റുകളൊക്കെ പറയുക. അപ്പോൾ നമ്മളത് ചെയ്തുക്കണോ അത് ഉറപ്പ് വരുത്തുക. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ദിവസം ചെയ്യണ കാര്യങ്ങൾ തന്നെ സ്ഥിരമായിട്ട് ഒരു ദിവസം ചെയ്താൽ ആ ദിവസമുള്ള സ്ഥിരമായിട്ട് ചെയ്തു പോവുക. എനിക്കും നിങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു സംഭവമാണല്ലേ. ഇപ്പോൾ 1 ചെയ്താൽ 2 ദിവസം ചെയ്താലും 3-ാമത്തെ ദിവസം അത് ഉണ്ടാവില്ല. അപ്പോൾ അത് ഇല്ലാതെ കൃത്യനിഷ്ഠതയിൽ കൊണ്ടുനടക്കുക കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം ശരിയാക്കുക എന്നുള്ളത്. ഈ രാത്രിയിലൊക്കെ ഫോണുമ്മേൽ മറ്റൊന്നും കളിച്ച് നിൽക്കാതെ ഇശാ വാങ്ങൂത്ത് നിസ്കാരം കഴിഞ്ഞ് കുറച്ചൊക്കെ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് വർത്തമാനം പറയാൻ, അങ്ങനെ മസ്റ്റാണെങ്കിൽ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കുക. അതൊരു നല്ലൊരു ശീലം കേട്ടോ. നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ എണീക്കാനൊക്കെ കഴിയും. പക്ഷെ നമ്മളങ്ങനെ നേരത്തെ നേരത്തെ കിടക്കാത്തതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എണീക്കാത്തത്. നമ്മൾ 11-12 മണിക്കൊക്കെ ഉറങ്ങിയിട്ട്
നേരത്തെ നീക്കണം അലാറം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീച്ചാനും അപ്പോൾ തോന്നൂല. അതങ്ങനെ ഒരു സൈക്കോളജിയാണ്. അതങ്ങനെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ നേരത്തെ കടന്നു നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നേരത്തെ നീക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് കുറയ്ക്കുക. നമുക്കുണ്ട് ഓർക്ക് അങ്ങനെ ഉണ്ട്, മറ്റവർക്ക് അങ്ങനെ ഉണ്ട്. നമ്മൾക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിച്ചതാണ് ഏറ്റവും ഹയർ. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാൻ കരുതിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി വൈകിട്ടേക്കാൻ നമുക്ക് തരിക. അപ്പോൾ നമ്മൾ എന്താക്കുക, ഒരാൾക്ക് നമ്മൾ താരതമ്യം ചെയ്യാതെ നമ്മളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക, നമ്മളെ സ്നേഹിക്കുക, നമ്മളെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മളപ്പുറത്തെ കുട്ടിക്ക് നല്ല ഫുള്ള് മാർക്കുണ്ട്, നമ്മളെ കുട്ടിക്ക് മീഡിയം മാർക്ക് വെച്ചിട്ട് ഓൻ്റെ എത്ര മാർക്ക് വേണമെന്ന് പറയാതിരിക്കുക. എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ മക്കൾക്ക്, ഇപ്പോൾ എൻ്റെ മക്കൾ എടുക്കണമെങ്കിൽ എൻ്റെ അനിയത്തി എടുക്കണമെങ്കിലും എൻ്റെ ഒരു പോളിസി എന്താണ്, നമ്മളെ കൊണ്ട് എത്രത്തോളം പരിശ്രമിക്കാൻ കഴിയും അത്രത്തോളം പരിശ്രമിക്കുക. എന്നിട്ടൊക്കെ അള്ളാഹുവിൻ്റെ അടുത്താണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പിന്നെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. നമ്മൾക്ക് ആവുന്നത് അത്ര നമ്മൾ പരിശ്രമിക്കുക, അതിന് കിട്ടണത് കിട്ടും. പിന്നെ പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ, പരീക്ഷയിൽ മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ നമ്മളെ തലയിൽ ഒഴിച്ചുന്ന കാര്യങ്ങളല്ലേ, ചിലപ്പോൾ മറന്നു പോകുന്ന അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിരിക്കണോ? എനിക്കടക്കം ഉണ്ടായിരിക്കണം കേട്ടോ. ചിലപ്പോൾ അങ്ങനെയും പഠിച്ചു പോയത് അവിടെ ചെന്ന് മറന്നുകാണ്ട് ആകെ ഡിപ്രഷനും ഇതൊക്കെ നമുക്ക് അങ്ങനെ ആയി വരും. പക്ഷെ നമ്മളെ നല്ലൊരു സപ്പോർട്ടീവ് കൊടുത്താൽ ഒരു പേടിയില്ലാതെ എഴുതണം എല്ലാ എക്സാമും. നമ്മളെ മക്കളെ പേടിപ്പിച്ചാതൊക്കെ ഇരിക്കുക. അപ്പോൾ ഓരോന്നിട്ടും താരതമ്യം ചെയ്യാതിരിക്കുക. അതങ്ങനെ സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ. അള്ളാഹു എല്ലാവർക്കും സമ്പത്ത് നല്ലോണം കൊടുത്തിട്ടില്ലല്ലോ. ഒക്കെ ഇപ്പോൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അള്ളാഹു ഓലെ വേറെ എന്തെങ്കിലും കൊണ്ട് പരീക്ഷിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഓല എന്തിന് ചിലവഴിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കട്ടോ. മറ്റുള്ളവരുമായിട്ട് ഇനി നമ്മൾ ഒന്നും വേണ്ട, നമ്മളെ ഭർത്താക്കന്മാരെ തന്നെ നമ്മൾ ഓളെ ഭർത്താവ് അത് ചെയ്ത് കൊടുത്തിക്കണം, അത്ര നിങ്ങൾ എന്താ ചെയ്തു തരില്ലേ, അത് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. കാരണം ആൾക്കാരൊക്കെ വ്യത്യസ്തമായ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആരും താരതമ്യം ചെയ്ത് പറയാതിരിക്കുക. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, ഭർത്താക്കന്മാരെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണട്ടോ. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, ഒരു പ്രധാന ലക്ഷ്യം മാത്രം അടുത്ത 3 മാസത്തേക്ക് തിരഞ്ഞെടുക്കുക. അതിനായി ദിവസവും ചെറിയൊരു ചുവട് വെക്കുക. ഇത് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒരുപാട് യൂട്യൂബും ഷോർട്സ്, ഇൻസ്റ്റ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടിയിട്ട് ഒന്നുമേ ഉണ്ടാക്കണില്ല. വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങനെ ഓരോ തിരക്കായിട്ട് ഒരു മിനിറ്റ് നിൽക്കാനും ഇരിക്കാനും ഒഴിവില്ലാത്ത മാതിരി അങ്ങനെ ഓരോ വർക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കരുതി പിന്നെ അതിൽ കുറച്ച് സമയം എങ്ങനെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു ടൈം നമുക്ക് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ടൈം നമ്മളായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നിടത്താണല്ലോ നമ്മളെ പവർ അറിയണത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്തെങ്കിലുമൊക്കെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താൽ അത് നല്ലതാവുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇനി അതേപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് PSC പഠിക്കണം. ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മുന്നേറാനുള്ളത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും PSC ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കൃത്യമായ ലക്ഷ്യം ഉണ്ടാവണം. നമ്മൾ ഇപ്പോൾ ആർക്കാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും PSC എല്ലാവർക്കും ഗവൺമെൻറ് തരുന്നതാണ്. അത് നമ്മൾ എന്തായാലും 10ാം ക്ലാസ്സും +2 ഡിഗ്രിയൊക്കെ പാസ്സായവർക്കൊക്കെ എന്തായാലും നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഒരു പ്രധാന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് നമ്മളെ ഓരോ ചുവടും നമ്മളെ ലൈഫിൽ
നമ്മൾ ഓരോ ചുവടും വെക്കുക. നമ്മളെ ലൈഫ് തന്നെ മറിയുന്നതും ഉഷാറാവുന്നതും നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവരൊക്കെ നമ്മളെ ജീവിതം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകും, എന്താ അവർക്ക് പറ്റിയതെന്ന്. നമ്മളിൽ ഒരുപാട് പേർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ അതൊന്നും അങ്ങനെ ചെയ്യൂല. ഒക്കെ ഹാണ്ടാച്ചിട്ടേക്കും, അങ്ങനെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് വെക്കും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ജീവിതം എപ്പോഴാണ് മാറുക എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇന്ന് ഞാൻ എന്ത് ഒരു കാര്യം മാറ്റും എന്ന് ചിന്തിക്കുക. അതാണ് പതിയെ ലൈഫ് ഉഷാറാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു എന്താ പറയുക, നമ്മുടെ ലൈഫ് നമുക്ക് ഉഷാറാക്കി കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചുവടായിട്ട് ചെയ്യട്ടോ. അപ്പോൾ ആദ്യത്തെ ആഴ്ച നമുക്ക് മെയിനായിട്ടുള്ളതാണ് ഫോണിൻ്റെ ഉപയോഗം, അത് കുറക്കുക. രണ്ടാമത്തെ കാര്യം ഉറക്ക സമയം ശരിയാക്കുക, പഠനത്തിന് സ്ഥിരമായ സമയം ഉണ്ടാക്കുക, പണം സംരക്ഷിക്കുന്ന ശീലം തുടങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ഓരോ ലക്ഷ്യം വെച്ചിട്ട് നമ്മളെ ലൈഫ് കൊണ്ടുപോവുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം മുടങ്ങിയാൽ ചലഞ്ച് അവസാനിച്ചെന്ന് കരുതേണ്ട കേട്ടോ. അടുത്ത ദിവസം മുതൽ വീണ്ടും തുടങ്ങുക. അല്ലെങ്കിൽ എന്താണോ അവസാനിച്ചത്, നമുക്ക് ചിലപ്പോൾ നമ്മളെ മൈൻഡൊക്കെ മാറിപ്പോകും, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.